പാടാത്ത പൈങ്കിളിൻ്റെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയന്തൻ മധുരുമാൻ്റെ അടുത്ത് പറയാണ്, ദേവയോടോ കൺമണിയോടോ നീ ഒരിക്കലും ജയിക്കില്ല. കാരണം എന്തെന്നറിയോ? ജീവിതത്തോടും അവരവരോടും അവർ കാണിക്കുന്ന ഒരു സത്യസന്ധത ഉണ്ട്. അത് നിലനിൽക്കുന്നിടത്തോളം കാലം നിനക്ക് അവരെ വീഴ്ത്താൻ പറ്റില്ല. ദൈവം പോലും സമ്മതിക്കില്ല അതിന് എന്നൊക്കെ അവളുടെ അച്ഛൻ അവളോട് പറയാണ്. അപ്പോഴേക്കും മധുരിമ പറയുന്നുണ്ട്, ദൈവങ്ങൾ അവരെ കെട്ടിപ്പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ അച്ഛാ. എനിക്ക് പറ്റാവുന്നത് ഞാൻ ചെയ്തു നോക്കട്ടെ. എല്ലാം മതിയാക്കിക്കോ, നാട് വിട്ടു പോവാം. ഒളിച്ചിരുന്ന് പറയുന്നതൊക്കെ എളുപ്പാ, പക്ഷെ മുറിഞ്ഞത് എൻ്റെ മനസ്സാ. നഷ്ടപ്പെട്ടത് മുഴുവൻ എനിക്കാ. അതൊക്കെ അങ്ങനെ വലിച്ചെറിയാൻ എൻ്റെ ഹൃദയം കല്ലൊന്നും അല്ല. സ്വന്തം ജീവിതം നശിപ്പിച്ചിട്ട് പ്രതികാരം ചെയ്യണ്ട എന്നല്ലേ അച്ഛൻ പറഞ്ഞത്? എൻ്റെ തീരുമാനം അതാ. ഞാൻ ചത്താലും അവരെ ജീവിപ്പിക്കില്ല. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഗൗതമനെ കാണാൻ പോകുന്നത്. എനിക്ക് പോയേ പറ്റൂ എന്നും പറഞ്ഞ് മധുരിമ ഇറങ്ങി പോവാണ്. കൺമണി ആനന്ദവർമ്മയ്ക്കും സുശീലമ്മയ്ക്കും ചായ കൊടുക്കാണ്. അതിനുശേഷം ഇറങ്ങാൻ നേരം അമ്മച്ചി കൊടുത്ത പണം കൺമണി സുശീലമ്മയ്ക്കും ആനന്ദവർമ്മയ്ക്കും കൊടുക്കാണ്. ആവശ്യം ഉള്ളപ്പോൾ ചോദിച്ചോളാം എന്നും പറഞ്ഞ് ക്യാഷ് തിരിച്ചു കൊടുക്കാണ് ആനന്ദവർമ്മയും സുശീലമ്മയും. ഗൗതമൻ മധുരിമനെ കൂട്ടത്തിൽ ചേർക്കാണ്. ആനന്ദവർമ്മൻ്റെ കമ്പനിയിൽ മധുരിമയ്ക്ക് ഒരു പോസ്റ്റും കൊടുക്കുന്നുണ്ട്. ഗൗതമനും മധുരിമയും കൈ കോർക്കുന്നത് കണ്ടുകൊണ്ട് വരാണ് ദേവ. മധുരിമ ദേവയോട് പറയാണ്, എനിക്ക് ഒറ്റ തീരുമാനമേ ഉള്ളൂ, അത് നിന്റെ വീഴ്ചയാ. അത് നടക്കാതെ ഞാൻ അടങ്ങില്ല. അപ്പോൾ ദേവ പറയുന്നുണ്ട്, ഒരിക്കൽ മനസ്സ് വിഷമിച്ച നിന്നിലെ പെണ്ണിലെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ ഇനി ഒരു ചെറിയ മുള്ളു കൊണ്ടുപോലും നീ എന്നെയോ കൺമണിനെയോ വേദനിപ്പിച്ചാൽ മധുരിമ, എനിക്കൊരിത്തിരി വേദനയോടെ നിന്റെ ശ്വാസം എടുക്കേണ്ടി വരും. വഴിയിൽ വെച്ച് കൺമണിയും ദേവയും നേരിൽ കാണാൻ. അപ്പോൾ കൺമണീൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഗൗതമനും മധുരിമയും കൈകോർത്ത കാര്യം. അപ്പോൾ ഗൗതമൻ ദേവയെ കണ്ടപ്പോൾ മുങ്ങിയെന്നും പക്ഷേ മധുരിമ ദേവയെ തീർക്കുമെന്ന് പറഞ്ഞതും പറയാണ്. അപ്പോൾ കൺമണി ചോദിക്കുന്നുണ്ട്, ദേവേട്ടനൊന്നും പറഞ്ഞില്ലേന്ന്. അപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞു എന്ന് പറയാണ് ദേവ. മധുരിമ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ അച്ഛൻ തിരികെ പോവാണ്. മധുരിമ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ഞാനും തിരിച്ചു വരാമെന്ന്. അപ്പോൾ നാളെ തൊട്ട് ദേവ അമ്മച്ചീൻ്റെ ടാക്സി എടുക്കുന്നത് കൊണ്ട് അമ്മച്ചി കുറച്ച് ഉപദേശമൊക്കെ കൊടുക്കാണ് ദേവയ്ക്ക്.